സ്പിരിച്വൽ ഫാമിലി. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ ഡെക്സ് വരുത്തുന്ന കാര്യം പറഞ്ഞല്ലോ. അതിൽ ഒരു ഡെക്കാണ് ടൈം ഫ്രെയിം. കേട്ടോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈം പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ടൈം ഫ്രെയിം ഡെക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു നോ കോൺടാക്ട് ലവ് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു വ്യക്തി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എപ്പോഴാണ് തിരിച്ചു വരിക എന്നുള്ളതിൻ്റെ ഒരു ടൈം ഫ്രെയിം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആള് വന്നെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് കമന്റ് ഇടുക, യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുക കേട്ടോ. എൻ്റെ ഈ വീഡിയോ ആയിട്ട് കണക്ട് ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ വ്യൂവേഴ്സ്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി എപ്പോഴാണ് യൂണിവേഴ്സ്, എൻ്റെ ഈ വീഡിയോ കാണുന്ന വ്യൂവേഴ്സ് മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി എപ്പോഴാണ് റിട്ടേൺ ബാക്ക് ചെയ്യുക, തിരിച്ചവരുടെ ലൈഫിലേക്ക് ചെല്ലുക? യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എൻ്റെ ഈ വീഡിയോ ആയിട്ട് കണക്ട് ചെയ്യുന്ന, എൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ വ്യൂവേഴ്സ്, ഇവരുടെ ആ ഒരു പേഴ്സൺ എപ്പോഴാണ് ഇവരുടെ ലൈഫിലേക്ക് തിരിച്ചു വരിക? യൂണിവേഴ്സ് ഏറ്റവും കൃത്യമായ ആൻസർ എനിക്ക് തരണേ. മദർ യൂണിവേഴ്സ് ഏറ്റവും കൃത്യമായ ആൻസർ എനിക്ക് തരണേ. എനിക്ക് കാണുന്നത് ഈ ഒരു മാസം ഇല്ലെങ്കിൽ അടുത്തൊരു മാസം ഏകദേശം 5-ാം തീയതി നോട്ട് ചെയ്ത് വെക്കാം. 5-ാം തീയതി, 14-ാം തീയതി, 23-ാം തീയതി കേട്ടോ. 5, 14, 23 ഈ ഒരു തീയതിയിലായിട്ട് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അത് തിരിച്ചു വരാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സിസ്റ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിസ്റ്റർ ഇൻ ലോ, ചേട്ടത്തിയമ്മ അല്ലെങ്കിൽ സിസ്റ്റർ, അല്ലെങ്കിൽ നിങ്ങൾ സിസ്റ്ററെ പോലെ കാണുന്ന ഏതെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര്, അങ്ങനെയുള്ള ആരെങ്കിലും കേട്ടോ, നിങ്ങളുടെ ആ ഒരു ഏജ് വയസ്സുള്ള ഏതോ ഒരു ലേഡിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ആരെങ്കിലും ആയിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ആയിരിക്കാം. ഒരു ലേഡിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും നോക്കിക്കോളുക, ആള് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ഒരു ലേഡിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് കാണുന്നു. അതുകൊണ്ട് ഏത് ലേഡിയാണോ എങ്ങനെയാണോ നിങ്ങളായിട്ട് റിലേറ്റഡ്, നിങ്ങൾ ഒരുപാട് കോൺസിക്വൻസസിനെ കുറിച്ച് ആലോചിക്കേണ്ട. നിങ്ങൾ പറ്റുവാണെങ്കിൽ അങ്ങനെ ഒരു പേഴ്സൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് തേടുക. താങ്ക് യു സോ മച്ച് വീഡിയോ കണ്ടതിന്. എനിക്കറിയാം മിക്ക കേസുകളിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ ലേഡീസ് കൂടുതലും നിൽക്കാറുണ്ട്. ഇതിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള ലേഡി ആവണം എന്നില്ല. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ലേഡി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സന്റെ ഹെൽപ്പ് നിങ്ങൾക്ക് ചോദിക്കാം എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. പിന്നെ ആള് വരുന്നു എന്ന് വെച്ചിട്ട് ഡയറക്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വരണം, ഇല്ലെങ്കിൽ നമ്മളെ കാണാൻ വിളിക്കണം എന്നൊന്നുമില്ല. ചിലപ്പോൾ ഒരു കോള് മതിയാവും, ഒരു ടെക്സ്റ്റ് മെസ്സേജ്, എങ്ങനെയാണോ ആൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് ആ രീതിയിൽ ആള് വരും കേട്ടോ. ആ ഒരു രീതിക്കാണ് നമ്മൾ നോക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിലും വീഡിയോസ് കാണുന്നതിലും. എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ബൈ.